എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗാനോദയത്തിലേക്ക് സ്വാഗതം. സംഗീത ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും അനുഭവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ബഹുമാനപ്പെട്ട തദേവ് സച്ചൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ അച്ഛൻ്റെ പാട്ടുകളെക്കുറിച്ച് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് വീണ്ടും അച്ഛനെ ഗാനോദയത്തിൻ്റെ ഈ 3ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വീണ്ടും അച്ഛനെ സ്വാഗതം ചെയ്യാം. ഗാനോദയത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേഘണി ഈശോ നായക എന്നിൽ വന്നു വാഴണി കരുണയെഴും കടാക്ഷവും കരളലിയും നിൻ ഭാവവും വിനയസമേത ശാന്തിയും ക്ഷമ നിറയും സ്വഭാവവും തന്നിടണേ ചിന്താഗതി ഇന്നങ്ങേതാക്കണേ. ഇതാണെന്നേക പ്രാർത്ഥന, സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേഘണി ഈശോ നായക എന്നിൽ വന്നു വാഴണി. അച്ഛൻ ഈ വചന സംഗീത യാത്ര അത് വലിയ ഒരു കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് വലിയ അനുഭവം ഉണ്ടാക്കിയ ഒരു യാത്ര തന്നെയായിരുന്നു അത്. അത് വചനങ്ങൾ പങ്കുവയ്ക്കുന്നു, ചെറിയ ചെറിയ സ്കിറ്റുകൾ, അതിനിടയിൽ പാട്ടുകൾ. എങ്ങനെ അച്ഛന് അങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നതും ഇത് കുറച്ചും കൂടി സ്വീകാര്യമാവുന്ന ഒരു ചിന്ത തോന്നുന്നതും അച്ഛനെ രൂപം കൊടുക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു അച്ഛൻ? അത് 1987 ഞാൻ മലയാറ്റൂരിരിക്കുമ്പോൾ ജോർജ് മാണിക്കത്താണെന്ന പേരുള്ള അച്ഛൻ കരയാമ്പറമ്പിലിരിപ്പുണ്ട്. അച്ഛൻ ധ്യാനഗുരുവായിരുന്നു. അപ്പം ഞാനൊരു ധ്യാനഗുരു ആയിട്ടില്ല ഒരിക്കലും, ഇതുവരെ ആയിട്ടും ഒരു ധ്യാനഗുരു ആയിട്ടില്ല. അപ്പം ധ്യാനഗുരുവിൻ്റെ കൂടെ ഞാൻ സഹായിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ജോർജ് അച്ഛൻ പറഞ്ഞു, ദിവസം നമുക്ക് പാട്ടും കൂടെ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ജോർജ് അച്ഛൻ അതിന് ഇൻസ്പിറേഷൻ തന്ന ആദ്യമേ. അങ്ങനെ ഞങ്ങൾ ഓർക്കസ്ട്ര വെച്ച് ധ്യാനിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കൊരട്ടിപ്പള്ളിയിൽ ഞങ്ങൾ ഇതുപോലെ ഓർക്കസ്ട്ര വെച്ച് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പം സിബി വല്ലൂരാൻ അവിടെ ആ ഇടവകൽ അംഗമാണ്. അച്ഛൻ ഞാനൊരു സ്കിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പൗലോസിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞൊരു സ്കിറ്റ്, പൗലോസിന് ജീവിതത്തിലുണ്ടായ എല്ലാ കഷ്ടപ്പാടുകളും, മദ്യപാനവും മയക്കുമരുന്നൊക്കെ അവസാനം പൗലോസിൻ്റെ ദുരന്തം അത് കാണിച്ച് ഞങ്ങൾ സ്കിറ്റ് ചെയ്യുന്നു, സിബി ചെയ്യുന്നു. അങ്ങനെ അത് രൂപപ്പെട്ട് വന്നതാണ്. അങ്ങനെ ഒരു കൊല്ലത്തിനകം ഒരു 3 പ്രസംഗം, 20 പാട്ട്, 3 സ്കിറ്റ്, ചെറിയ ലഘു നാടകം പോലെ ആയിട്ട് മാറി സ്കിറ്റുകൾ. പിന്നെ 3 സിനിമയുടെ കഷ്ണങ്ങളും കാണിക്കും. അപ്പം ഒരു മൾട്ടിമീഡിയ എന്നൊക്കെ പറയാവുന്ന പോലും ഒരു മീഡിയ ഉപയോഗിച്ചുള്ള സുവിശേഷവൽക്കരണം നമ്മുടെ എളിയ സാഹചര്യത്തിൽ 2 ചിരട്ടയ്ക്കകത്ത് ബൾബൊക്കെ വെച്ച് ചെറിയൊരു കർട്ടനൊക്കെ ഇട്ട് ഏറ്റവും ചെറിയ തോതിലുള്ള സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് അത് നമുക്ക് ഈ പള്ളികളിൽ നിന്ന് നമുക്ക് ഇതിനൊക്കെ വാങ്ങിക്കാവുന്ന പൈസയ്ക്ക് പരിധി ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അത് ചിലവിന് മാത്രമുള്ള മേടിച്ച് ഈ ആർട്ടിസ്റ്റുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റോഷിത് സെബാസ്റ്റ്യൻ ആയിരുന്നു യങ്ങസ്റ്റ് ആർട്ടിസ്റ്റ്. അതിനകത്ത് ഏറ്റവും ഇളയ കലാകാരനായിട്ട് അദ്ദേഹം സ്കൂളിൽ നിന്ന് അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് കലൂരിൽ നിന്നൊക്കെ കുറലങ്ങാട്ടൊക്കെ ബസ് കയറി വരും വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഘം ഉണ്ടായിരുന്നു. ബാബു കുരുവിള, മേബിൾ, പ്രിൻസ്, അതുപോലെ സിബി വല്ലൂരാൻ, പിന്നെ നമ്മുടെ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു. അതിനകത്ത് പേര് പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മി പാലക്കൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മുടെ ബാബു എന്ന് പറഞ്ഞ് ചാലക്കുടിക്കാർ, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അഭിനയിക്കുന്ന കുറച്ച് പേരും വന്നു. പിന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള 10-18 പേരുടെ സംഘമായിട്ട് ഞങ്ങൾ കുറേ പള്ളികളിൽ അന്ന് പോയി. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതിൻ്റെ ഒരു കാരണം TV ആയിരുന്നു. അപ്പോൾ ഒരു 90 വരെയൊക്കെ ആളുകൾ പറമ്പിലൊക്കെ വന്നിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറമ്പിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ആളുകൾ
നാടകം വരുമ്പോൾ ഇറങ്ങി വരും, പ്രസംഗം വരുമ്പോൾ അകത്ത് വരുന്ന TV കാണും, അങ്ങനെയായിട്ട് മാറി. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ SRM റോഡിൽ ഒരു സ്ഥലത്ത് നടത്തിയപ്പോൾ അത് ഒരു പ്രത്യേക ഒരു കോളനിയിലാണ് നടത്തിയത് ഞങ്ങൾ. അപ്പോൾ കോളനി 2 സൈഡിലും വീട്, നടുക്കാണ് സ്റ്റേജ് കിട്ടി നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഓഡിയൻസിന് ഇടയ്ക്ക് കാണാനില്ല. അപ്പോൾ പ്രസംഗമാകുമ്പോൾ ആൾക്കാർ കാണാതെ വരും, വളരെ അടുത്തേക്ക് വരും TV കാണും. നാടകം ഈ സ്കിറ്റ് വരുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിടാ ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു തുടങ്ങി, ഇനിയിപ്പം TV മീഡിയയുടെ കാലമായി തുടങ്ങിയെന്ന് തോന്നി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു വൈൻഡപ്പ് ചെയ്യുന്നതിനെ പറ്റി. പിന്നെ ചെറുപ്പക്കാരൊക്കെ അവരുടെ ജീവിതഘട്ടങ്ങളിലേക്ക് പോകേണ്ട സമയമായി. അങ്ങനെ അത് നിർത്തിയതാണ് പതുക്കെ. അതെ, അത് നന്നായിട്ട് നടത്തി. സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫിലിമൊക്കെ പൊട്ടാൻ തുടങ്ങി. പ്രൊജക്ടർ പഴയതായി, വണ്ടി 1-2 പ്രാവശ്യമൊക്കെ മറിഞ്ഞൊക്കെ അപകടമായി. അങ്ങനെ വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിങ്ങനെ പതുക്കെ അങ്ങ് നിലച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ഒരു റിന്യൂ സെൻറ്ററിൽ കൂടി ഒരു കുർബാനയിൽ പ്രാർത്ഥിച്ച്, മകളെ നമ്മൾ നവഭാഗം പറയുകയാണ്, ഇനി നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരും അവരുടെ വഴിക്ക് പോയി. അങ്ങനെയാണ് നിർത്തിയത്. ഈ ഇതിനിടയിൽ റോഷിദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് റോഷിദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. റോഷിദ് ഒരു സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയണ്ടായേ, ഭയങ്കര ദേഷ്യം കേട്ടോ അച്ഛന്. ചില സമയത്ത് ഭയങ്കര ദേഷ്യം, പെർഫെക്ഷൻ്റെ ആളാണ് അച്ഛൻ. ചില സമയത്ത് കാസറ്റിൻ്റെ കവർ ഡിസൈനിങ് ആവട്ടെ, നീ എന്തായി കാണിച്ചത്, ഇത് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. ചിലപ്പോൾ ഇറക്കി വിടുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. പൊക്കോ നീ എന്നൊക്കെ കാണണ്ട തന്നെ. പക്ഷേ പിറ്റേ ദിവസം കാലത്ത് 5:30, 5:45, 6 മണിയാകുമ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടി ആയിട്ട് വന്ന് ചിലപ്പോൾ ഹോണടിച്ച് വിളിച്ച് എണീപ്പിക്കുന്നത് അച്ഛനായിരിക്കും എന്ന് പറയും. ഇങ്ങനെ പല ഇൻസിഡൻസും അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുണ്ടായി. സത്യത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും അച്ഛന് അതെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുന്നു. എന്ത് സംഭവം ഉണ്ടെങ്കിലും, ഞാൻ അത് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് പറഞ്ഞത് മാത്രം. അച്ഛൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലും സംഭവങ്ങൾ അച്ഛനെ വേദനിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിലും അച്ഛന് അതൊക്കെ മറന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ എപ്പോഴും പറ്റുന്ന ഒരു മനസ്സ്. ഇത് കൂടുതൽ അച്ഛൻ പ്രാർത്ഥിച്ച് നേടിയെടുത്ത ഒരു മനസ്ഥിതിയാണോ, അതോ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അച്ഛൻ. അതായത് ഇച്ചാച്ചൻ്റെ സ്വഭാവമാണത്. തലേദിവസം രാത്രി അടിക്കും, പിറ്റേ ദിവസം കാലത്തെ എവിടെയെങ്കിലും കൊണ്ടുപോകും സ്നേഹത്തോടു കൂടി. അങ്ങനെയായിരുന്നു. അപ്പം ശിക്ഷണവും സ്നേഹവും ഒരുപോലെ 2 വശം തന്നുകൊണ്ടിരുന്നു. ഇപ്പം റോഷിദിൻ്റെ ബ്രദർ റോഷനായിരുന്നു ആദ്യം ഇതിന് വരുന്നത്, സഹായിക്കാൻ വന്നത്. റോഷൻ പതുക്കെ ഒരു ജോലിക്ക് അടക്ക മാറിയ പിന്നെ റോഷിദ് വന്നു. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ വഴക്കൊക്കെ ചെറുതായിട്ടൊക്കെ പറയുമായിരുന്നെങ്കിലും പിന്നെ സ്നേഹം കൊടുക്കും. അതിൻ്റെ ഭാഗ്യത്തിന് ഈ 2 ജ്യേഷ്ഠാനിയന്മാരുടെയും വിവാഹം ആശീർവദിക്കാൻ എനിക്ക് ദൈവം അവസരം തന്നു. ഒരു 12-13 വയസ്സുള്ളപ്പോഴാണ് അൽഫോൻസ ചേച്ചിയും സെബാസ്റ്റ്യൻ ചേട്ടനും അച്ഛൻ എന്തെങ്കിലും ഈ വചന പ്രഘോഷത്തിന് ഇവരെ കൂട്ടണമെന്നും പറഞ്ഞ് 10ാം BUസിൽ ഞങ്ങൾ വചന സംഗീത യാത്ര നടത്തിയപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തവരെ. അപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വന്ന് സഹായിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് എല്ലാവരും എന്നിൽ നിന്ന്. പ്രത്യേകിച്ചും ഈ കൊയറൊക്കെ വായിക്കുമ്പം അശ്രദ്ധ തെറ്റുകളൊക്കെ വന്ന് വഴക്ക് പറയും. പിന്നെ താമസിച്ച് വരിക, വണ്ടി കാത്തു കിടക്കേണ്ടി വരിക, പിന്നെ സമയത്തൊന്നും തീരാതിരിക്കുക. അപ്പം വഴക്ക് പറയായിരുന്നു. വഴക്ക് ആ ഒരു പ്രായത്തിൽ വളരെ അധികം ദേഷ്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നോട് ബഹുമാനപ്പെട്ട ആവേലച്ചൻ ഒരിക്കൽ ഈ വചനസംഗീത യാത്ര എന്നുള്ള പ്രോഗ്രാം ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിൽ വെച്ച് കണ്ടു. അവിടെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചാണ്, പബ്ലിക്കിന് വേണ്ടി. അപ്പോൾ ആവേലച്ചനത് കണ്ടിട്ട് വന്ന് എന്നോട് ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചത്. ഇവരെയൊക്കെ കൂടി ഞാൻ ഒരുപാട് പാടുപെട്ട ഇവരെ കലാകാരന്മാരെ കൊണ്ടുപോകുന്നത്. തദേവസിന് അറിയാമോ, ഒരു ഡയറക്ടർ അല്ല ഇതിന് വേണ്ടത്, ഡിക്റ്റേറ്ററെയാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലേ, ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ, പക്ഷെ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അച്ഛനോട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കുറച്ച് സ്ട്രിക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, അച്ഛനൊരു പാട്ടുകാരനെ ഇൻ്റർവ്യൂ ചെയ്ത് പാടാൻ വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും ബാക്കപ്പ് അച്ഛൻ അടുത്ത് തന്നെ ഇൻ്റർവ്യൂ നടത്തി വെച്ചിരിക്കും. ഇപ്പം പിണങ്ങിപ്പോയാൽ ഉടനെ മറ്റവനെ കയറ്റും അച്ഛൻ. എല്ലാ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനും മെമിക്രി ആണെങ്കിലും പാട്ടാണെങ്കിലും എന്തിനും അച്ഛനൊരു ബാക്കപ്പ് ഉണ്ടാകും. അപ്പോൾ അച്ഛൻ അതുപോലെ ഞാനും കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അച്ഛൻ ചെയ്യുമ്പോൾ ആരും അറിയില്ല, ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ആൾക്കാർക്കൊക്കെ അറിയാറുന്നത്. അതുകൊണ്ട് ഒരു വലിയ പ്രയോജനം ഉണ്ടായില്ല, അവർ സൂക്ഷിച്ച് നിൽക്കുള്ളൂ. അങ്ങനെ സമ്പാദ്യമായി തന്ന് ക്രൂശിൽ പീഡയുമെന്നാഥൻ തന്നോടു ചേർത്തെന്നെ കരങ്ങൾ
ഉയിർപ്പിൽ പങ്കുചേരും നെഞ്ചിലേറിയോമീ ദുഃഖം സമ്പാദ്യമായി തന്ന് ക്രൂശിൽ പീഡയുമെൻ നാഥൻ തന്നോടു ചേർത്തെന്നെ. എങ്ങനെയാണ് അച്ഛൻ്റെ മനസ്സിനെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, വിഷമതകൾ, അച്ഛനെ ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തരണം ചെയ്തു പോകുന്ന ഒരു മനസ്സ്, എങ്ങനെയാണ് അച്ഛൻ എങ്ങനെയാണ് ആ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അച്ഛൻ അത് തരണം ചെയ്ത് മുൻപോട്ട് പോകുന്നത്? എങ്ങനെയാണ്? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ മുഴുവൻ സമ്മതിച്ചില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മുടെ വിഷമങ്ങൾ പാട്ടെഴുതാൻ തുടങ്ങിയതിൽ പിന്നെ പാട്ടെഴുതാനും അത് പ്രസിദ്ധീകരിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു പാട്ടെഴുതി തന്നെയാണത് പലപ്പോഴും മാറ്റിയിട്ടുള്ളത്. ഉദാഹരണം പറയാം. എൻ്റെ ടീമംഗങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അവർ എനിക്ക് അസൗകര്യമുള്ള സമയത്ത് അവരൊരു ടൂർ പോകാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അസൗകര്യമാണെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് പോകണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു മക്കളെ പോകരുത്, എനിക്കും ടൂർ പോകണമല്ലോ. പക്ഷെ അവർ വിചാരിച്ചു അവർ തന്നെ പോകാൻ തീരുമാനിച്ച് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ഈ റിന്യൂവൽ സെൻ്ററിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. 2-3 പേരൊഴികെ എല്ലാവരും പിക്നിക്കിന് പോയി. ജോബ് മാഷ്, നമ്മുടെ ജോബ് മാഷ് മരിച്ചുപോയ അദ്ദേഹം റിന്യൂവൽ സെൻ്ററിൻ്റെ അവിടെ എന്തോ ഒരു പാട്ട് പഠിപ്പിച്ചിട്ട് ആ വരാന്ത കൂടെ പോവാണ്. അപ്പോൾ ജോബ് മാഷേ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ എൻ്റെ മുറിലോട്ട് കയറ്റിയത് ജോബ് മാഷേ നമുക്കൊരു പാർട്ടിയാണ് ജോബ് മാഷ് എന്ന് പറഞ്ഞു. എന്താണ് വെച്ചാൽ പെട്ടെന്ന് പാർട്ടിയാണ്, ഒരു പാർട്ടിയാണ് നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു പാർട്ടി ചെയ്ത് തീരൂ, എന്നാലും എനിക്ക് ഉറക്കാൻ വരുള്ളൂ ഇന്ന്, ചെയ്യാൻ വെച്ചെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പേപ്പറും ക്ലാസ്സും എടുത്ത് എഴുതാൻ തുടങ്ങി. അച്ഛൻ ഇപ്പം തന്നെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോയിട്ട് ഇല്ലല്ല ഇപ്പം തന്നെ എഴുതാം, മാഷക്ക് സമയമുണ്ടോ? ഞാൻ കൊണ്ടാക്കാം മാഷ വീട്ടിൽ, വൈകിയാലും സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജോബ് മാഷോടെ ഇരുന്നിട്ട് കുരിശിലെ ഏകാന്ത നിമിഷങ്ങളിൽ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി. ഞാൻ എഴുതി, ജോബ് മാഷല്ല ഞാൻ എഴുതി. സ്നേഹിതർ കൈവിടിഞ്ഞകന്നിടുമ്പോൾ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി. അത് രാജേഷ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇല്ല, അത് ബിജു നാരായണനാണ് പാടിയത്. അത് എൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത ജെറിയാമൽ ദേവാണ്. അപ്പം അത് പാടാൻ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അപ്പോൾ മാഷ് ഇത് വരികൾ കണ്ടു കഴിഞ്ഞപ്പം അത് പറഞ്ഞു, അച്ഛാ ഇതൊരു പ്രത്യേക രാഗത്തിൽ ചെയ്യണത്, അതിന് പറ്റിയ വരികളാണ് എന്ന് പറഞ്ഞു. കുരിശിലേകാന്ത നിമിഷങ്ങളിൽ സ്നേഹിതർ കൈവെടിഞ്ഞകന്നിടുമ്പോൾ താതനിൽ സർവ ഏകിയപ്പോൾ ആന്തരശാന്തിയാൽ നിറഞ്ഞവനെ യേശുവേ ക്രൂശിത നിൻ പാദ പിഞ്ചെല്ലാം വരമരുളു. ഞാൻ പാടിയത് തെറ്റാണ്, പക്ഷെ ഇതാണ് ആശയം. പിന്നെ അതിനകത്ത് ഞാൻ അന്നേരം ഇത് ഇപ്പൊ രാജേഷ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, എൻ്റെ ഇത് ഒരു 18 കൊല്ലം മുമ്പുള്ള 19 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാണ്. അപ്പൊ ഈ സന്ദർഭമായിട്ട് ബന്ധപ്പെട്ട് ഒരു വരികളെന്ന് പറഞ്ഞാൽ, കുരിശിന്റെ ഭാരത്തെക്കാൾ വലുതായി മനസ്സിന്റെ ഭാരത്താൽ നീ കുഴഞ്ഞു, ഒറ്റപ്പെടുന്നതിൻ വേദന എങ്ങനെ നീ സഹിച്ചെന്നെ പഠിപ്പിക്കണേ. അപ്പോൾ ആ വരി വന്നാണ് അവിടെ ഒറ്റപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ മേലെ വരുമ്പോൾ പാട്ട് എഴുതിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കൊണ്ട് തന്നെ ഞാൻ പിറ്റേ മാസം ഇത് ട്യൂൺ ചെയ്തുണ്ടാക്കി കോയമ്പത്തൂർ വന്നപ്പം കോയമ്പത്തൂർ തമിഴ് വേണം, അവിടെ ഒരാളെ കൊണ്ട് തമിഴിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച് ഈ പോയ ആൾക്കൊണ്ട് കൊണ്ട് തന്നെ ഓർക്കസ്ട്ര വായിച്ച് പാടിച്ചു. സെയിം പാട്ട് കുരിശിലേകാന്ത നിമിഷങ്ങളിൽ പറഞ്ഞു. ഇവരോട് പറയാം, അല്ല ഇവരോട് പറയാം, നിങ്ങൾ അവർക്കറിയാം, അല്ല പാട്ട് കേൾക്കുമ്പോൾ അവർക്കറിയാം. വന്നിട്ട് അവർ പറയും അച്ഛനൊരു പാട്ട് എഴുതി കാണും മിക്കവാറും എന്ന് പറയും. വേറെ ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ സീറോ മലബാർ പള്ളിയിൽ ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ഒരു തർക്കം ഉണ്ടായി. ഈ തർക്കം ഉണ്ടായപ്പോഴത്തേക്ക് ഈ തർക്കത്തിന്റെ എരിവരി കൂട്ടാൻ വേണ്ടി വേറെ ചിലർ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്നിരുന്നപ്പോഴത്തേക്ക് കൊടുത്ത കാലത്തൊന്നും പാട്ട് എഴുതിയിട്ടില്ല. ഞാൻ പാട്ടിടാൻ തുടങ്ങി എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിനെ പറ്റി ഒരു പാട്ട്. പിറ്റേ ഞായറാഴ്ച ഞാനത് പള്ളി പാടി 4 വരി പാടി കേൾപ്പിച്ചു, എൻ്റെ ചായ ചെറിയ ട്യൂണിലിട്ടിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളെ നമ്മളൊരു പാട്ടിലേക്ക് സമ്മതിച്ചിട്ട് അത് അങ്ങോട്ട് വിട്ട് കഴിയുമ്പം
അത് ആളുകളോട് നമുക്ക് പിന്നെ ഇല്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മളതിനെ സപ്രസ് ചെയ്യുകയല്ല, ഒന്ന് സബ്ലിമേറ്റ് ചെയ്യാന്ന് പറയാം നമുക്കതിനെ. അതായത് നമ്മൾ അടിച്ചമർത്തുമല്ല, സമർപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അറിയാതെയൊക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ ഇന്നും ഇവരെല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളും ഒരു പരിധിവരെ എൻ്റെ അഭ്യുദയകാംക്ഷികൾ, ഇപ്പോൾ റോഷിത്ത് തന്നെ മുൻകൈ എടുത്താണ് ഇവർ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അവർ അതിന് വരാൻ കാരണം ആ 10-20 വർഷം മുമ്പുള്ള ആ സ്നേഹവും അന്ന് കേട്ട വഴക്കുകളും അന്ന് അവരെഴുതിച്ച പാട്ടുകളും ഒക്കെയാണ് ഇതിന് കാരണം. അച്ഛനെ കാണുമ്പോഴേ ബി ഫ്രാങ്ക്, യെസ്, ഒരു റിസർവ്ഡ് ആയിട്ടും ഒരു സീരിയസ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജാണ് അങ്ങേക്കുള്ളത്. കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ. അങ്ങനെ അധികം സംസാരിക്കില്ല, റിസർവ്ഡ് ആണ്, ചോദിച്ചാൽ മാത്രമേ അതിന് ഉത്തരം പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്ര അധികം ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുക, സ്റ്റേറ്റ്സിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ വീടുകളിൽ പോവുക, കാണുക, ഇങ്ങനൊരു സൗഹൃദം ഇപ്പോഴും അച്ഛൻ, ആ പണ്ടത്തെ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ? ഒരാളുടെ പേര് പറയാം ഞാൻ, അങ്ങനെ സൗഹൃദം. ഞാനൊരിക്കൽ ജെറി മാഷുമായിട്ട് സ്കൂട്ടറിൽ പോവാണ് ബാനർജി റോട്ടിൽ കൂടി. അപ്പം മുമ്പേ ഒരച്ഛൻ പോകുന്നു, മുടിയൊക്കെ ഉള്ളൊരച്ഛൻ. ജെറി മാഷ് പറഞ്ഞു, നോട്ട് ഹിം, യു ഹാവ് ടു ബിക്കം ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചു വന്ന് അദ്ദേഹത്തെ നിർത്തി സംസാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാദർ വില്യം നെല്ലിക്കൽ, അദ്ദേഹം വന്നിട്ട് ഡോൺ ബോസ്കോയിലെ ഒരു അച്ഛനാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹബന്ധം 1989 തുടങ്ങിയിട്ട് ഇന്നും അദ്ദേഹം കുറേ നാൾ KCBCയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായിട്ട്, സെക്രട്ടറി ആയിട്ട് അദ്ദേഹം POCയിലുണ്ടായിരുന്നു. അതിനു മുമ്പ് CACയുടെ ഡയറക്ടറായിരുന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം വാറ്റിക്കൻ റേഡിയോയുടെ മലയാളം വിഭാഗത്തിൻ്റെ ഡയറക്ടറായിട്ട് ജോലിയെടുക്കുന്നു വാറ്റിക്കനിൽ. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ വർഷം വാറ്റിക്കനിൽ പോയി മീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പാട്ടെഴുത്തുകാരനല്ല, പക്ഷേ എന്തുമാത്രം അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ജെറി അമൽദേവ് അദ്ദേഹത്തെ എനിക്ക് കൂട്ടുമുട്ടിച്ചതിൻ്റെ കാരണം അദ്ദേഹത്തിനറിയാം ഒരു കലാകാരൻ്റെ സൗഹൃദം വേണം. പ്രത്യേകിച്ചും വൈദികൻ ആകാൻ പോയ വ്യക്തിയാണ് ജെറി അമൽദേവ് എന്ന് പലർക്കും അറിയാം. അപ്പോൾ ഒരു വൈദികന് ഒരു കലാകാരനാകുമ്പോൾ, ഇത് തന്നെ എന്നോട് ബിഷപ്പ് മങ്കഴിക്കരി ഒരിക്കൽ പറഞ്ഞു. ഞാനന്ന് അദ്ദേഹം മരിക്കുന്നതിന് ബിഷപ്പ് സെബാസ്റ്റ്യൻ മങ്കഴിക്കരി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് റിന്യൂവൽ സെൻറ്ററിലെ എൻ്റെ വാതക്ക് നിന്നിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ദിവസേ എനിക്കറിയാം താൻ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒന്നും ചെയ്യുന്നില്ലെന്ന്. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. സഭ വിഭാവനം ചെയ്യുന്ന രീതിയിലൊന്നും നമ്മളിതുവരെ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കലാകാരൻ എന്നും കുരിശായിരിക്കും ജീവിതത്തിൽ കിട്ടുക. എപ്പോഴും മുൾമുടി ആയിരിക്കും, പുഷ്പമുടി ആയിരിക്കുകയല്ല. അതുകൊണ്ട് ഡോൺ വറി, ഗോ ഹെഡ് എന്ന് പറഞ്ഞ് പോയ ആൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചു. അതിനുശേഷം മാർ മങ്കഴിക്കരി മെമ്മോറിയൽ ടാലൻറ്റ് അവാർഡ് എനിക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ 2000 എനിക്ക് കിട്ടി, POC വെച്ച്. ഞാൻ സ്ഥലത്തില്ല, അമേരിക്കയിലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് വേറെ ആളുകളാണ്. അപ്പം ഞാൻ ഈ വരികൾ അവിടെ വായിച്ചിരുന്നു. ഒരു കലാകാരന് എപ്പോഴും കുരിശ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പിതാവ് എന്നോട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ എഴുതി അയച്ചു കൊടുത്തിട്ട് അവിടെ വായിച്ചു അത്. അപ്പം ഈ വില്യമച്ചൻ്റെ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്നും പൗരോഹിത്യത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെപ്പോഴും സംശയമാണ് എന്നെ പറ്റി, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ. ഇത് ശരിയാണോ ചെയ്യുന്നത്? നമ്മൾ ഇതെന്താണെന്ന് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഫാദർ വില്യം പറയും, ഗോ ഹെഡ്, മുന്നോട്ട് പോകണം, അച്ഛൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ സൗഹൃദങ്ങൾ അച്ഛന്മാരായിട്ടും, ഇപ്പോൾ ഫാദർ ജോബ് കൂട്ടുങ്കൽ, വേറൊരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രോത്സാഹനം ഉണ്ടായിരുന്നു. റിന്യൂവൽ സെൻറ്ററിലെ എല്ലാ അച്ഛന്മാരും, എൻ്റെ കൂട്ടത്തിൽ സെമിനാരിക്കാരായിരുന്നപ്പോൾ റീജൻസിക്ക് നിന്നിരുന്ന ജോൺ പൈനിങ്കൽ, അദ്ദേഹം നാഥാനി എന്നെ മറന്നു തുടങ്ങി ഇപ്പോൾ നിരന്തരം പാട്ടെഴുതുന്ന ആളാണ് അദ്ദേഹം. ജോൺ പൈനിങ്കൽ അച്ഛൻ, അദ്ദേഹം സെമിനാരിക്കാരനായിരുന്നപ്പോഴത്തേക്ക് ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ റീജൻസി ചെയ്തപ്പോൾ കരഞ്ഞ സെമിനാരിക്കാരൻ ജോൺ ആയിരിക്കും. ജോണിനെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. കാരണം ജോൺ ഈ പ്രോഗ്രാമിൽ ഞങ്ങളോട് സ്റ്റേജിൽ വരുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരാരും അല്ല, അന്നാരം ഒരു കൊല്ലത്തേക്ക് മുഴുവനും എല്ലാവർക്കും ജോണാ കിട്ടും. പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യനായിരുന്നു, ഒരു അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു ഒരു വർഷം. പക്ഷേ ജോൺ ഉരുകി തെളിഞ്ഞ് മിടുക്കനായിട്ട് വന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷം, അഭിമാനമുണ്ട്. ജോൺ അച്ഛൻ ഇത്തരം പാട്ടുകൾ ചെയ്ത് നന്നായിട്ട് നല്ല അകക്കാമ്പുള്ള പാട്ടുകൾ ചെയ്തു വരുന്നതിൽ.
അതുപോലെ തന്നെ പല വൈദികരും റിന്യൂ സെൻറ്ററിൽ എല്ലാ വൈദികരും ഫാദർ ജോസ് എടശ്ശേരി ഇപ്പം ഡൽഹി മിഷനിലെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഫാദർ വടക്കുംപാടൻ സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത്, അതുപോലെ തന്നെ മാർ ആന്റണി പടിയറ മരിച്ചുപോയ വർക്ക് വിധേയത്തിൽ, ഇപ്പോഴത്തെ മാർ സെബാസ്റ്റ്യൻ അടിയന്തരത്തെ മാർ തോമസ് ചക്യത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നിരിക്കുന്ന മാർ ജോർജ് ആലഞ്ചേരി, ഇവരെല്ലാവരും തന്നെ പലതരത്തിൽ പലപ്പോഴായിട്ട് നമ്മളെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഈ രംഗത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പലപ്പോഴും പള്ളിയിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തി നമ്മളെ അതിനുവേണ്ടി സമയം തന്നിട്ടുള്ളവരാണ്. അപ്പോൾ പിതാക്കന്മാരുടെ ഒരു നമ്മൾ കാണാത്ത എന്തോ നമ്മളിൽ പിതാക്കന്മാർ കണ്ടതുകൊണ്ടാണ് അവർ നമ്മൾക്ക് സമയം 7 വർഷം എന്നെ റിന്യൂ സെൻറ്ററിൽ പള്ളിയില്ലാതെ താമസിപ്പിച്ചപ്പോഴാണ് ഞാനിതെല്ലാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി അവിടെ ഡയറക്ടറാകുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇത് പറഞ്ഞു വരുമ്പോൾ ബന്ധങ്ങൾ ഒരുപാട് ഞാൻ പുറത്തറിയുന്നില്ലെങ്കിലും ഒത്തിരി വ്യക്തിബന്ധങ്ങൾ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടെയാണ് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഇതൊന്നും ചെയ്തത്. ഒരു വലിയൊരു സുഹൃത്ത് സംഘവും ഗുരുജനങ്ങളുടെ സംഘവും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ സംഘവും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും അച്ഛൻ ചെയ്യുന്നത് ശരിയാണ്, ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടും പിന്നെ ഇവിടെ എറണാകുളത്ത് ഓർക്കസ്ട്ര വായിക്കുന്ന എല്ലാവരും തന്നെ നമ്മൾ പാട്ട് കഴിയുമ്പോൾ അച്ഛൻ നന്നായിട്ടുണ്ട്, ഉഗ്രം പാട്ട്, ഇത് ഹിറ്റാവും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട്. ഒരുവനിന്നുയർന്നു വന്ന മനസ്സിലാധിയാ അവനുമേലസൂയമൂത്ത് കഥമെനഞ്ഞു ഞാൻ വിഷമയമായ വജസ പഴി പറയുക ശീലമായി പലരുടെ പേരിനും ഞാൻ പലവിധ ദോഷമേകി ഈശോ നാഥ കനിവേകി മാപ്പു തരൂ നീ സ്നേഹം ധാരയാ ഒഴുകും ഹൃദയമേകണേ ഈശോ നായക എന്നിൽ വന്നു വാഴണേ. അച്ഛൻ ഏത് ഒരു ടൈമിലാണ് അച്ഛൻ ഇങ്ങനെ ഒരു വൈദികനാവണം എന്നൊരു തീരുമാനം എടുക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ ഒരു വിളി, പൗരോഹിത്യമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതും അച്ഛനാവാൻ തീരുമാനം എടുക്കുന്നതൊക്കെ ഏത് സമയത്താണ് അച്ഛൻ? അച്ഛനാവാൻ തീരുമാനം എടുക്കുന്നതിൻ്റെ കാലഘട്ടം ഒരുപക്ഷെ എൻ്റെ അപ്പർ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിലാണ്. അന്നേരം തീരുമാനം എടുത്തെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ ജനിച്ചു തുടങ്ങുന്നത്. അതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണ്? അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മറ്റു വൈദികരാണ്. നന്നായിട്ട് ഇടവചനങ്ങളെ സ്നേഹിക്കുകയും ഡൗൺ ടു എർത്ത് ആയിട്ട് എല്ലാവരോടും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് വൈദികർ ആ പള്ളിയിൽ, മുട്ടത്ത് പള്ളിയിലുണ്ടായിരുന്നു, ചേർത്തല മുട്ടത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ചെയ്യണമെന്ന് നമുക്ക് തോന്നുമായിരുന്നു. പിന്നെ വേറൊരു ഇൻസ്പിറേഷൻ ഇച്ചായൻ പള്ളി കൊണ്ടുപോയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുമായിരുന്നു, അത് ഈശോയാണ് എന്ന് ഓസ്തി പൊങ്ങുമ്പോഴത്തേക്ക് അടക്കമുട്ട് നിർത്തിയിട്ട് കാണിച്ചു തരുമായിരുന്നു. അതുപോലെ തന്നെ കാസപൊക്കുമ്പോൾ ഈശോയുടെ രക്തമാണ്. എന്നിട്ട് ചാൻ ഓരോ ഈ തിരുവോസ്തി ഉയർത്തുമ്പോഴത്തേക്ക് പറയും എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് കുമ്പിടും. കാസ ഉയർത്തുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ മാണിക്യമായ തിരുരക്തമേ വാഴുക എന്ന് പറഞ്ഞ് കുമ്പിടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെവിയിലോട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പള്ളിയിലായിരുന്നു, അതായത് മറ്റുള്ള കളി രംഗങ്ങളല്ലായിരുന്നു. ഇതൊരു തീരുമാന തലത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? അന്ന് ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടാവുന്നു, അപ്പർ പ്രൈമറി സ്കൂളിൽ എനിക്ക് അച്ഛനാവണം, അത് തന്നെയാണ്. എങ്കിലും അതൊരു വലിയ തീരുമാനത്തിലേക്ക് വരുന്നത് ഏതൊരു സമയത്താണ്? തീരുമാനത്തിലേക്ക് വരുന്നത് അവസാന നിമിഷമാണ് എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വൈദികർക്കും ആ പട്ടത്തിന് കയറുന്ന സമയം വരെ എനിക്ക് അർഹതയുണ്ടോ, ഇതിനിറങ്ങിയാൽ പൂർത്തിയാകുമോ, എനിക്ക് അതിന് തക്ക പ്രാർത്ഥന ചെയ്തതിനോടെന്നുള്ള സംശയം, സ്വന്തം അയോഗ്യതയെക്കുറിച്ചുള്ള സംശയം ഇങ്ങനെ ഈ 10 വർഷം വേട്ടയാടിക്കൊണ്ടിരിക്കും. അല്ലാതെ ആരും തന്നെ ഒരു ദിവസം തീരുമാനം എടുത്തിട്ട്
അതുകൊണ്ട് അച്ഛനാകുന്നതല്ല. ഒരുപക്ഷെ പലരും വൈദികരാകുന്നത് തന്നെ വൈദികനായ ശേഷമായിരിക്കും. ബിക്കമിങ് എ പ്രീസ്റ്റ് ഹാപ്പൻസ് പിന്നീടായിരിക്കും. പട്ടം കിട്ടിയ ശേഷമായിരിക്കും അവരൊരു പക്ഷേ വൈദികതയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എനിക്ക് ആ ഓർഡിനേഷൻ്റെ സമയത്ത് എനിക്കൊരു എൻ്റെ സംഭവം എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഫ്രെഡി പായസ് എന്ന് പറയുന്ന കൊച്ചി രൂപതയിലെ ഒരു സുഹൃത്ത് തലേദിവസം രാത്രി പറയുകയാണ്, തലേദിവസേ ഞാൻ പോവാണ്, ഞാൻ അച്ഛനാകുന്നില്ല എന്ന് പറയുകയാണ്. ഓർഡിനേഷൻ പിറ്റേ ദിവസമാണ്. തലേദിവസം അദ്ദേഹം പിൻവാങ്ങി. അപ്പം ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും നല്ല വ്യക്തിയാണ്, അച്ഛനാകാൻ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അത് ഫ്രെഡിയാണ്, യോഗ്യതയുള്ള ആൾ. അപ്പോൾ ഫ്രെഡി പോയി പിന്നെ എടാ നമ്മളൊക്കെ എന്തിനാ ഇതിനകത്ത് നിന്നിട്ടെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. എന്ത് കഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും ഡിപ്രസ്ഡായി. ഫ്രെഡിയുടെ വീട്ടിൽ അറിയിക്കണം, ഇതൊക്കെ ഒരു ഇഷ്യൂ, ഒരു മരണം നടക്കുന്ന പോലെയാണ് ഒരാൾ പട്ടം വാങ്ങിക്കാതിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ അങ്കലാപ്പിലായി. അപ്പം എനിക്ക് വേണ്ടാമെന്നൊന്നും തോന്നിയില്ലെങ്കിലും അപ്പോഴേ മനസ്സിലൊരു ചെറിയൊരു ഇത് വന്നു. ഓർഡിനേഷന് വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ പിടിച്ച് നേരെ അമ്മച്ചി അച്ചാച്ചനും മംഗൾക്കിരി ബിഷപ്പ് ആയിട്ട് ഇങ്ങനെ ആൾത്താരയിലേക്ക് പോവാം, മംഗലപ്പുഴ സെമിനാരിയിൽ. അപ്പോൾ ഒരു വല്ലാത്തൊരു മൂടലായിരുന്നു. പക്ഷെ ഞാൻ ആ ആൾത്താരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഞാൻ 4 വർഷം താമസിച്ചിട്ടും കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു പടം ആ ആൾത്താര ഇരിപ്പുണ്ടായിരുന്നു, ആൾത്താരയുടെ മുകളിൽ. അവിടെ യേശു ഒരു വ്യക്തി അവശനായിട്ട് യേശുവിൻ്റെ ചെല്ലുമ്പോൾ യേശു കെട്ടിപ്പിടിച്ച് അവനെ ഇങ്ങനെ മാറോട് ചേർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും രാജേഷ് മംഗലപ്പുഴ സെമിനാരി ചാപ്പലിൽ ചെന്നതിൻ്റെ മുകളിൽ പാഷെ ഓവസ് മേയാസ്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന അത്താഴമുണ്ട്, അതിൻ്റെ മുകളിൽ യേശു ഇങ്ങനെ ഒരാളെ കെട്ടിപ്പിടിക്കുന്നത്. അത് കണ്ട ആദ്യമായിട്ടാണ് ഞാൻ ഈ 4 വർഷത്തിനിടയിൽ ആ പാഠം അത്ര ശ്രദ്ധിക്കുന്നത്. യേശു എന്നെ ചേർത്ത് പിടിച്ചോളും, നീ ആരായിരുന്നാലും നിൻ്റെ അയോഗ്യതയാണ് നിൻ്റെ യോഗ്യത എന്ന് എന്നോട് എൻ്റെ മനസ്സ് പറയുകയും ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ ധൈര്യമായിട്ട് ആൾക്കാരിലോട്ട് കയറുകയും ചെയ്തിട്ട് ഇതുവരെ ഞാൻ അതേപ്പറ്റി ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല, ആ തീരുമാനത്തെപ്പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞത് തീരുമാനം അങ്ങനെ എടുത്തെടുത്ത് അവസാന നിമിഷമാണ്. നമുക്ക് അവസാന നിമിഷം വരെ ചാൻസ് ഉണ്ട് തിരിച്ചിറങ്ങാൻ. കലപ്പയിൽ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് നമ്മൾ സ്വീകരിക്കുന്ന അന്ന് തന്നെയാണ്, അല്ലെ? വൈദിക പട്ടം സ്വീകരിക്കുന്ന അന്ന് നമ്മൾ ആ തീരുമാനം എടുത്താൽ പിന്നെ കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്ന പോലെ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ കലപ്പയിൽ കൈവച്ചു അന്ന്. പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും ആ യേശുവിൻ്റെ വായിൽ ഉഴുകയും വിതയ്ക്കുകയും കള പറിക്കുകയും അതുപോലെ തന്നെ ഫലം കൊയ്യുകയും ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രശാന്തിയാൽ നിറഞ്ഞിതാ കഴിഞ്ഞതെല്ലാം മറക്കാൻ ക്ഷമിക്കാൻ നാഥാ ശേഷിയേകണേ. എനിക്കെതിരായി മുഴങ്ങും സ്വരങ്ങൾ നാഥാ നന്മയാക്കണേ. വിഷാദം നെഞ്ചിലേറിയോമീ ദുഃഖം സമ്പാദ്യമായി തന്ന് ക്രൂശിൽ പീഡയുമെന്നാഥൻ തന്നോടു ചേർത്തെന്നെ. അല്പം കൂടി അച്ഛനായിട്ട് സംസാരിക്കണം. നിങ്ങൾക്കും ആഗ്രഹം കാണുമെന്ന് എനിക്കറിയാം, തീർച്ചയാണ്. അച്ഛനെ കാണുമ്പോൾ, അച്ഛൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ആ ആഗ്രഹത്തോടെയാണ്, ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിലല്ല, ആ ആഗ്രഹത്തോടെയാണ് ഞാനും ഇരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനുമായിട്ട് വീണ്ടും കാണാം എന്ന ആഗ്രഹത്തിൽ, പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി. അറിവു കേടുമൂലമേറെ പിഴകൾ വന്നു പോ, അലിവു തോന്നി ബോധമേകി പൊറുതിയേകണേ. കഴിവുകളേറെ പാഴാ എന്നലസത മൂലമാണേ
കരുതിയതെന്റെ നിഗളം ഈശോ നാഥ അനുതാപമോടണയാം ഞാൻ സ്നേഹം ധാരയാ ഒഴുകും ഹൃദയമേകണേ ഈശോ നായക എൻ